ഉണ്ണി, ഇവിടെ പഴയ വേലപ്പം പൂശാരി കാണാൻ വന്നിട്ടുണ്ട്. വർഷം കുറെ ആയല്ലോ വേലപ്പാ, എവിടെയായിരുന്നു താൻ? മാപ്പ് കിട്ടില്ല എനിക്ക്. ചെയ്തു കൂട്ടിയ തെറ്റുകളൊന്നും ആർക്കും പൊറുക്കാനാവാത്ത നേരിൽ ഇങ്ങനെ വന്ന് നിൽക്കാനും പറയാനുള്ളത് പറയാനും ധൈര്യം ഉണ്ടായിട്ട് വന്നതല്ല. പക്ഷെ ചത്തുപോകുന്നതിന് മുമ്പ് ഉണ്ണിയെ അറിയിക്കണമെന്ന് എന്റെ കുട്ടികൃഷ്ണൻ അങ്ങനെ പറഞ്ഞു. പഴങ്കഥകളായി ഞാൻ മറന്നുപോയിരിക്കുന്നു പൂശാരി പലതും. ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അനുഭവിക്കാനുള്ളതൊക്കെ ഞാൻ അനുഭവിച്ചു തീർത്തു. തേച്ചാലും മാച്ചാലും മായാത്ത പാപത്തിന്റെ വിലാസം അതൊരിക്കലും മായില്ല. അമ്മയുടെ മംഗല്യസൂത്രം പൊട്ടിച്ചവൻ, അവരുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ച്ചവൻ, അച്ഛനെ കൊന്നവൻ. ഇല്ല, ഉണ്ണി അത് ചെയ്തിട്ടില്ല. എല്ലാറ്റിനും സാക്ഷി ഈ വേലപ്പന. കുഞ്ഞമ്പോ, നാരായണൻ ആ ചെക്കൻ ചതിച്ചു. ഇരുമ്പുകൊണ്ട് കുത്തി ഒന്ന് ആശുപത്രിയിൽ എത്തിക്ക് വേഗം. ചോര ഇശി പോയിട്ടുണ്ട്. നീ എന്താ ചിരിച്ചു പോയി ഏട്ടെ. ഇന്ന് കാലത്ത് നമ്മൾ തമ്മിൽ കണ്ടുപിരിഞ്ഞതാ. അത്യാവശ്യ പ്രശ്നം വന്നുകൊണ്ടാ 1 ലക്ഷം രൂപ കടം ചോദിച്ചേ. പണം തന്നില്ല എന്ന് മാത്രമല്ല, എനിക്ക് ഇങ്ങനൊരു അനിയില്ല എന്ന് നിങ്ങൾ പറയുകയും ചെയ്തു. എന്നിട്ട് എന്തായി? ഒരാപത്ത് പതപ്പോ മുന്നിൽ കുഞ്ഞമ്പൂല്ലേ ഉള്ളൂ. നീ പുരാണം പ്രസംഗിക്കാതെ എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോവാ കുഞ്ഞമ്പൂ. ആ, കൊണ്ടുപോവാ. നോക്കട്ടെ. ഇതാണോ മുറിവ്? ഇതെന്ത് മുറിവ്? അല്ലപ്പാ, നാരായണന്റെ കുഞ്ഞിക്കേക്ക് ഒരു പോർലേ ഉണ്ടാക്കാൻ കഴിഞ്ഞുള്ളൂ. ജീവൻ പോണെങ്കിൽ ഇതാ ഇങ്ങനെ കുത്തണം. ഇത് ഞാൻ ആ ചെക്കന്റെ തലയിൽ വെക്കും. തന്തയെ കൊന്ന മോൻ, ആ പേര് അവരിരിക്കട്ടെ. കുഞ്ഞമ്പൂ നായരെ, നീയോ? എന്താ? പോയ കാലത്തിന്റെ കണക്ക് പുസ്തകത്തിൽ നിന്ന് എന്നെ കാണിക്കാതെ നിങ്ങൾ ചീന്തിക്കളഞ്ഞ ഒരു ഏട് ഇന്നെനിക്ക് വേലപ്പൻ പൂശാരി തിരിച്ചു തന്നു. അച്ഛനെ കൊന്ന മകൻ. അതെ, അച്ഛനെ കൊല്ലാൻ തീരുമാനിച്ചിരുന്നു ഞാൻ. പക്ഷെ ആ കർമ്മത്തിൽ നിങ്ങൾക്കുള്ള പങ്ക് ഇന്നാണ് ഞാൻ അറിയുന്നത്. ഞാൻ തീർത്ത മുറിവിലൂടെ പ്രാണൻ തുരന്നെടുത്ത എന്റെ കൂട്ടുപ്രതി. ശിക്ഷ അനുഭവിച്ചത് ഞാൻ തനിച്ചാണ്. കുട്ടികൾക്കുള്ള ജയിലിലെ തണുത്ത തറയിൽ കിടന്നപ്പോഴല്ല, പലരും പലവട്ടം മുഖത്ത് നോക്കി തന്തക്കാലെന്ന് വിളിച്ചപ്പോഴല്ല, അമ്മ, ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവും അധികം സ്നേഹിച്ച എന്റെ പാവ അമ്മ, അവരെന്നെ ശപിച്ചപ്പോ അതെന്റെ നെഞ്ചു മുറിച്ചു. ആ ഉണങ്ങാത്ത മുറിവിൽ ആണയിട്ട് ഞാൻ പറയാണ്, കുഞ്ഞമ്പൂ നായരെ, നിങ്ങൾക്കുള്ള വീതം കിട്ടണം. അത് ഞാൻ തരും. അതിനാണ് മരണം നിങ്ങളെ കണ്ട് വഴിമാറി നടന്നത് ഇത്രയും കാലം. ഒരുങ്ങിയിരുന്നോ? നാളിതുവരെ നിങ്ങളെ തുണച്ച ശക്തികളെ ഇനി ശരണം വിളിച്ചിട്ട് ഫലമില്ല. നീചഗ്രഹങ്ങൾ കളം മാറി നിന്ന് ദുരിതഫലങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി സമ്മാനിക്കാൻ പോവുകയാണ്. അതെ കുഞ്ഞമ്പൂ നായരെ, എന്നും കുഴിമൂടി കിടക്കില്ല സത്യം. ജരയും നരയും കാർന്ന നിങ്ങളുടെ തലയിൽ ഇനിയും കാണും നീചയുദ്ധത്തിന്റെ തന്ത്രങ്ങൾ എന്നറിയാം. പക്ഷേ ഇനി ശിക്ഷയുടെ കാലമാണ്. കൊല്ലാതെ ഞാൻ കൊല്ലും നിങ്ങളെ. അച്ഛനെ രക്ഷിക്കാൻ കാളിയാർ മഠം ഗിരിക്കേണ്ട വഴി അതായിരുന്നു. പക്ഷേ മരണം എന്നോട് ദയ കാണിച്ചു. ആ മാഷേ, അടിയന്തരമായി കുറെ ബ്ലഡ് സംഘടിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇവിടുത്തെ ബ്ലഡ് ബാങ്കിൽ O നെഗറ്റീവ് ഇല്ലെന്നാ പറയുന്നത്. നമ്മൾ തന്നെ ഡോണേഴ്സിന് റെഡിയാക്കണം. ഒരു ഗ്രാമം മുഴുവൻ ആശുപത്രിക്ക് പുറത്ത് നിൽപ്പുണ്ട് ഡോക്ടർ ശിവറാം. ലത്തീഫേ, നമ്മുടെ ആൾക്കാരെ മുഴുവൻ വിവരം അറിയിക്കണം.
ഓ നെഗറ്റീവ് ഗ്രൂപ്പിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ റിപ്പോർട്ട് ചെയ്യാൻ പറയണം. വിവരം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. സോ സമയമില്ല, ഇപ്പൊ തന്നെ ലേറ്റ് ആണെന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി ഡോക്ടർ ബഹളം തുടങ്ങി. ചേടാ, ഒരു വഴി കാണണമല്ലോ. രക്തം ദേവർമഠം നാരായണന് വേണ്ടിയാണോ? അതെ, ഓ നെഗറ്റീവ് ഗ്രൂപ്പാ. ഭാഗ്യത്തിന് ഞാൻ ആ ഗ്രൂപ്പാണ്. മാത്രമല്ല ഞാനൊരു രക്തദാനിയുമാണ്. ഈ ആശുപത്രി ഞാൻ സ്ഥിരം സന്ദർശിക്കാറുണ്ട്. രോഗിയായിട്ടല്ല, മേൽ പറഞ്ഞതുപോലെ രക്തം ദാനം ചെയ്യാനും രോഗികളെ കണ്ട് ആശ്വാസവാക്കുകൾ പറയാനും അവർക്ക് പഴങ്ങളും പൂക്കളും ഒക്കെ സമ്മാനിക്കാനും. അതൊക്കെ വിശദമായി പിന്നീട് പറയാം. ആദ്യം നമുക്ക് ഈ പ്രശ്നം പരിഹരിച്ചോളാം. എന്താ വിളിക്കേണ്ടത്? എന്നെ വിളിക്കാൻ 3 പേരുകൾ സ്വന്തമായുള്ള ആളാണ് ഞാൻ. ആലി എന്നും രാഘവൻ എന്നും വിളിക്കാം. ആലി രാഘവൻ എന്നും വിളിക്കാം. പേര് മാത്രമേ ഒന്നിൽ കൂടുതലുള്ളൂ. ചോര ഒന്നാ. അതിഥികളുണ്ട്. നാളെ മാലു ഇതെപ്പോ? മണ്ടന. അതുകൊണ്ടല്ലേ നല്ല തടി പോലെ ഞാൻ ബാക്കി കിടക്കുന്നത്. ഇവൾക്കെന്ത് പറ്റി? എന്റെ പത്മാ സുബ്രഹ്മണ്യമേ, ഇങ്ങ് വാ. എന്താടോ, പേടിച്ചു പോയോ? ചാവില്ല കുട്ടി. ഇനി സീനുകൾ അത്ര ബാക്കി കിടക്കണം. ചത്തില്ല അല്ലേ? ഒരു നൂലിഴയ്ക്ക് മാറിപ്പോയെന്നാ പറഞ്ഞ, അല്ലെങ്കിൽ ചങ്ക് പൊളിഞ്ഞന്. കാട്ടിയുടെ മൊഴി പോലീസ് എടുത്തിട്ടുണ്ട്. കൈപ്പഴ പറ്റി പാടില്ലായിരുന്നു. വണ്ടി നോക്ക്. പോലീസാ? SP രാമചന്ദ്രൻ നേരിട്ട് വന്നതാ. ഇനി സാർ മാറിക്കോ, ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞും. ഇല്ല, അവരെന്നെ കൊണ്ടുപോകാൻ വന്നതാ. ഒരു ചടങ്ങിന് പിടികൊടുക്കാം. അവർക്കൊരാളെ കിട്ടിയാ പോരെ, ഞാൻ പോവാൻ വലിയേട്ടാ. ഉറപ്പുണ്ടോ നിനക്ക്? മണിക്കൂറുകൾ കൊണ്ട് ഞാൻ പുറത്തിറക്കിക്കോളാം. വാ. SP സാറ് നേരിട്ട് വരേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. പ്രതിയുടെ അന്തസ്സിന് മാന്യത കൊടുക്കണമല്ലോ ഗിരി മുതലാളി. ആ, ഇവൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങാൻ ഇരിക്കുകയായിരുന്നു. എൻ്റെ അനിയൻ ജഗതൻ. പറഞ്ഞ അന്തസ്സും മാന്യതയൊക്കെ ഇവനും കൊടുക്കണം. ആര് പ്രതിയെന്ന് പറഞ്ഞ് കീഴടങ്ങുന്നുവോ അയാളെ കൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യണമെന്നാണ് നിയമം. പക്ഷേ പ്രതി വ്യാജനാണോ ഒറിജിനലാണോ എന്ന് ഞങ്ങളൊന്ന് നോക്കും. ആ, നോക്കിക്കോ. ദേഹത്ത് തൊട്ട് നോക്കാതിരുന്നാ നല്ല. പോലീസുകാരൻ്റെ കൈയും കാലും ഒന്നും വടിവാളിനെ തിരിച്ചറിയില്ലല്ലോ. വെട്ടിപ്പൂളി മുളക് തേക്ക് ഞാൻ. മറക്കണ്ട. ഒരു സെക്കൻഡ്, ഇതാ കൊടുക്കാം. ആ, നമസ്കാരം. വളരെ മെച്ചപ്പെട്ടു എന്ന് തന്നെ പറയാം. അങ്ങനെ എളുപ്പത്തിൽ മരണത്തിന് കീഴടക്കാൻ പറ്റുന്ന ആളല്ലല്ലോ നാരായണൻ. എന്താ? ഓ, അങ്ങനെയാണോ? ശരി ശരി, വിളിക്കേ. കൊലപാതക ശ്രമത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഗിരിയുടെ അനിയൻ ജഗതൻ പോലീസിന് സറണ്ടർ ചെയ്തു എന്ന്. ആ ചതി മനസ്സിലായോ പെരുമാൾപുരത്തുകാർക്ക്? എടോ, എല്ലാത്തിന്റെയും സൂത്രധാരനായ ഗിരിക്ക് രക്ഷപ്പെടാനാ ഇപ്പൊ ഈ അനിയൻ ചക്കനെ മുന്നിൽ നിർത്തിയത്. കാട്ടി വിറ്റ്നസ് അല്ലേ സാർ? ആരിവനോ? എടോ, ഇവന്റെ മൊഴിയെ നിഷേധിച്ചുകൊണ്ടാ ഒരുത്തൻ താനാണ് പ്രതിയെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത്. അത് പോലീസിന് വിശ്വസിച്ചേ പറ്റൂ തൽക്കാലം. സംഗതി കോടതിയിലെത്തുമ്പോ പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വാടക കൊലയാളിയും ഗിരിയുടെ അനിയനും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് പ്രതിഭാഗം വക്കീലിന് തെളിയിക്കാൻ ഈസി ആയിട്ട് സാധിക്കും. അല്ല, ഗിരിയാണ് ഇതിന്റെ പിന്നിലെന്നുള്ള അല്ലേ സത്യം? എന്റെ റാവുത്തരെ, ആ ഗിരി ഇപ്പൊ കളത്തിന് പുറത്താ നിൽക്കുന്നത്. അവനല്ലേ അകത്ത് കയറേണ്ടത്. അത് സാറ് പറഞ്ഞ ശരിയാ. ആ, അപ്പോ യഥാർത്ഥ പ്രതിയെ, അതായത് കാളിയാർ മഠം ഗിരി എത്രയും വേഗം അറസ്റ്റ് ചെയ്തേ പറ്റൂ. അതിന് എന്താ നമുക്ക് ചെയ്യാൻ കഴിയാ? പോലീസിന് പ്രഷർ കൊടുക്കണം. റൂറൽ SP ഓഫീസ് പെരുമാൾപുരത്തെ ആണും പെണ്ണും കുട്ടികളും ചേർന്ന് ഒരു ദിവസം ഉപരോധിക്ക്. അത് പത്രങ്ങളിൽ വാർത്തയാവട്ടെ, ടെലിവിഷൻകാർ വന്ന് കവർ ചെയ്യട്ടെ. അപ്പൊ മുകൾ തട്ടിന്ന് ഇളക്കം തുടങ്ങും. ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള സമരങ്ങളൊന്നും ചെയ്തിട്ട് ശീലല്ലേ. സമരങ്ങളെ പുച്ഛിച്ച് നടന്നവരല്ലേ, ഇനി ശീലിച്ചു തുടങ്ങിക്കോ. ഇല്ലെങ്കിൽ നേതാവിന്റെ കൊലപാതകം ആസൂത്രണം ചെയ്തവർ നെഞ്ചും വിരിച്ച് ഇതിലേ നടക്കുന്നത് നോക്കി നിൽക്കേണ്ടി വരും.
പോലീസ് നീതി പാലിക്കുക പോലീസ് നീതി പാലിക്കുക യഥാർത്ഥ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരിക പോലീസ് നീതി പാലിക്കുക പോലീസ് നീതി പാലിക്കുക ഇവിടെ ശ്രദ്ധിക്കൂ, എല്ലാവരും ഇരിക്കണം. നമ്മൾ സമാധാനപരമായി സമരം ചെയ്യാൻ വന്നതാണ്. എല്ലാവരും ഇരിക്കുക. വളണ്ടിപ്പോ ബസ് സ്റ്റാൻഡിന് അടുത്തല്ലേ? വളം പിന്നെയും വാങ്ങാം. കുഞ്ഞിക്കണ്ണ, നീ ചാക്ക് വളണ്ടിപ്പോയിൽ വെച്ചിട്ട് മണ്ണാർക്കാട്ടേക്ക് മടങ്ങിക്കോ. ഞാനങ്ങ് എത്തിയ. ശരി. നീതി കിട്ടും വരെ സമരം ചെയ്യും. ഒന്ന് നിർത്തൂ. ഒരു നിമിഷം എന്നെ ഒന്ന് സംസാരിക്കാൻ അനുവദിക്കൂ. സഖാക്കളെ, ഈ കൂട്ടത്തിൽ ചിലർക്കെങ്കിലും എന്നെ അറിയാമെന്ന് ഞാൻ കരുതുന്നു. വരും വരായികളെ പറ്റി വേണ്ടതുപോലെ ആലോചിച്ചിട്ടാണോ നിങ്ങൾ ഈ സമരത്തിന് ഇറങ്ങി പുറപ്പെട്ടത് എന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. സത്യം കണ്ടുപിടിക്കാൻ ഉത്തരവാദപ്പെട്ടവർ തന്നെ സത്യം മൂടിവെക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. കോളേജ് വിദ്യാർത്ഥിയായിരുന്ന മകനെ പിടിച്ചുകൊണ്ട് പോയി ഉരുട്ടിയും ചവിട്ടിയും കൊന്നു. ഒരായുസ് മുഴുവൻ മകൻ എന്ത് സംഭവിച്ചു എന്നറിയാതെ, മരിച്ചെങ്കിൽ ഒരുപിടി ചാരമായിട്ടെങ്കിലും മകനെ കാണാനാകാതെ കണ്ണീർ വാർത്ത് ജീവിച്ച ഒരച്ഛൻ ഇവിടെ മരിച്ചിട്ട് അധിക നാളായിട്ടില്ല. ആരായിരുന്നു ആ സത്യമെല്ലാം മൂടിവെച്ചത്? അധികാരികൾ, നമ്മളെ ഭരിച്ചവർ. കുറച്ച് മാരകായുധങ്ങളും ക്രിമിനൽ കേസ് നടത്താൻ കുറെ ലക്ഷങ്ങളും ഉണ്ടെങ്കിൽ ആർക്കും ആരെയും ഇവിടെ കൊല്ലാമെന്നുള്ള ഭീകരതയുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇദ്രിസേ, ഇവന് പണി കൊടുക്കേണ്ടി വരും. ഓടാ. ഇൻക്ലാബ് സിന്ദാബാദ്! പോലീസ് നീതി പാലിക്കുക! പോലീസ് നീതി പാലിക്കുക! ഇൻക്ലാബ് സിന്ദാബാദ്! കുഴപ്പമില്ല, മുദ്രാവാക്യം വിളി മാത്രമല്ലേ ഉള്ളൂ.